ഞാൻ ഈ മേഖലയിൽ പുതിയ ആളാണ്. ഇതിൽ തെറ്റുകൾ ഉണ്ടാകാം. ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ഒരു പഴയ കഥ ഒരു ആർട്ടിഫിഷ്യൽ അവതാരകയെ കൊണ്ട് പറയിപ്പിക്കുന്നു. കേട്ടുനോക്കുമെന്നു കരുതുന്നു. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗാന്ധാര എന്ന രാജ്യത്ത്, അതായത് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ, അവിടെ അന്ന് 3 തരത്തിലുള്ള പടയാളികളുണ്ടായിരുന്നു. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ ഏറ്റവും വിലപിടിച്ചതും ഉന്നത നിലവാരമുള്ളതുമായ വാൾ ഉപയോഗിക്കുന്നവരാണ്. ഇവരെ പുണ്യവാളന്മാരെന്നു വിശേഷിപ്പിച്ചിരുന്നു. ഇവർ അനാവശ്യമായി വാൾ ഉപയോഗിക്കില്ല. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. രണ്ടാമത്തെ വിഭാഗത്തിലുള്ളവർ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇറങ്ങിത്തിരിക്കുന്നവരും. അവർ ഇറങ്ങിത്തിരിച്ചാൽ ആ പ്രദേശം മുഴുവൻ നശിപ്പിച്ച് തരിപ്പണമാക്കിയിട്ടേ തിരികെ വരികയുള്ളൂ. ഇവരുടെ കയ്യിൽ എപ്പോഴും ഒരു കഠാര അവരുടെ വസ്ത്രത്തിൽ ഒരു ലെതർ ഉറയിൽ കരുതിയിരിക്കും. അവർക്ക് മേൽക്കൂരകൾക്ക് മുകളിലൂടെ പറക്കാനും മതിലുകൾ കയറാനും ഇറങ്ങാനും കഴിയും. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ വാൾ ഉപയോഗിക്കുന്നത് കാശിനു വേണ്ടിയാണ്. അതായത് വാടക ഭടന്മാർ. കാശിനു വേണ്ടി എന്തും ചെയ്യും. ശത്രുക്കളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവർ വളരെ ഉപകാരികളാണ്. ഇവർക്ക് മരിക്കുന്നതിന് യാതൊരു മടിയുമില്ല. കാശു കിട്ടിയാൽ മതി. അക്കാലത്തു അബുലലി എന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ധനികനായ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. ഇയാളുടെ കൂട്ടുകാരനായിരുന്നു അന്നത്തെ രോഗിയായ അവിടുത്തെ രാജാവ്. ഒരിക്കൽ രാജാവിന്റെ സുഖവിവരങ്ങൾ അറിയുവാൻ അദ്ദേഹം തന്റെ മകനെ രാജാവിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞുവിട്ടു. മകൻ അബുലലി അച്ഛന്റെ നിർദ്ദേശമനുസരിച്ചു കൊട്ടാരത്തിലേക്ക് യാത്രയായി. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടെ 3 അതീവ സുന്ദരികളെ കാണാനിടയായി. അവർ 3 പേരും രോഗിയായ രാജാവിന്റെ മക്കളായിരുന്നു. ഇവർ അബുലലിയെ സ്വീകരിക്കുകയും വീഞ്ഞും മറ്റു ആഹാരപദാർത്ഥങ്ങളും നൽകി. രാജാവിനെ കണ്ടു മടങ്ങുമ്പോൾ സുന്ദരികളായ മക്കളിൽ ഒരാൾ അബുലലിയെ കൊട്ടാരത്തിന്റെ കവാടം വരെ കൂട്ടിനുവന്നു. അവളുടെ പേര് സഹറ എന്നായിരുന്നു. അവൻ പിരിഞ്ഞുപോയപ്പോൾ അവൾ അവനോട് മന്ത്രിച്ചു, എന്നെ മറക്കരുത്. അബുലലി കുറച്ചു നടന്നു അകന്നപ്പോൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ അവനെ നോക്കി പുഞ്ചിരിക്കുകയും വിരലുകൾ കൊണ്ട് അടയാളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആദ്യം അവൾ 3 വിരലുകൾ നീട്ടും. എന്നിട്ട് അവൾ 3 തവണ കൈ തിരിഞ്ഞ് ഒടുവിൽ അവൾ ധരിച്ചിരുന്ന ഒരു ചെറിയ കണ്ണാടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. വീട്ടിലെത്തിയ അബുലലി എപ്പോഴും ചിന്തയിൽ മുഴുകി. ഒന്നിനോടും താല്പര്യമില്ല. എന്ത് സംഭവിച്ചെന്നറിയില്ല. എന്തു ചെയ്യണമെന്ന് അറിയില്ല. എപ്പോഴും ചിന്തയിൽ മുഴുകി. ഈ സമയത്ത് തന്റെ ഒരു സുഹൃത്ത്, പേര് അജ്മൽ, ഇതെല്ലാം ശ്രദ്ധിച്ചു അവനോട് ചോദിച്ചു, നിനക്ക് എന്തുപറ്റി? എന്താ നീ ഒന്നും മിണ്ടാത്തത്? എന്നോട് പറയൂ. എനിക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. നീ കാര്യം പറയൂ അബുലലി. അബുലലി നടന്നതെല്ലാം അവനോട് പറഞ്ഞു. ഇത് കേട്ട അജ്മൽ അവനോട് ചോദിച്ചു, അവൾ 3 വിരലുകൾ നീട്ടിയത് എന്തിനാണെന്ന് മനസ്സിലായോ? അബുലലി പറഞ്ഞില്ല. അജ്മൽ വിശദീകരിച്ചു, 3 വിരൽ നീട്ടിയത് 3ാമത്തെ കൊട്ടാരം എന്നാണ്. കൈ 3 പ്രാവശ്യം കറക്കിയത്. 5 വിരൽ 3 പ്രാവശ്യം എന്നാൽ 15 ദിവസം. കണ്ണാടി കാണിച്ചത് ചന്ദ്രൻ കണ്ണാടി പോലെ ആകുന്നത്, അതായത് വെളുത്ത വാവ് ദിവസം നീ അവളെ കാണാൻ കൊട്ടാരത്തിൽ ചെല്ലണം എന്നാണ് അർത്ഥം. ഇതുകേട്ട അബുലലി വീണ്ടും ദുഃഖിതനായി ചിന്തിച്ചുകൂട്ടി. എങ്ങനെ കൊട്ടാരത്തിൽ കടക്കും? ഒരു പിടിയുമില്ല. അജ്മൽ വീണ്ടും പറഞ്ഞു, വഴിയുണ്ടാക്കാം. അബുലലി ചോദിച്ചു, എങ്ങനെ? അതിരിക്കട്ടെ, അതിനു മുമ്പായി ഒരു കാര്യം പറയട്ടെ. കൊട്ടാരത്തിൽ രാജകുമാരിയുടെ സംരക്ഷണത്തിനായി ഒരു കാട്ടുപട്ടിയെ നിർത്തിയിട്ടുണ്ട്. അതിനാൽ കാട്ടുപട്ടിയെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ രാജകുമാരിയെ കാണാൻ കഴിയുള്ളൂ. അജ്മൽ പറഞ്ഞു, പട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നീ ഒരു കഷ്ണം ഇറച്ചിയും 2 കറുത്ത പർദ്ദയും കരുതിക്കൊള്ളൂ. ഞാൻ 15-ാം തീയതി ഇവിടെ വരുമെന്നു പറഞ്ഞ് മടങ്ങിപ്പോയി. അബുലലി 15-ാം തീയതി ആകാൻ കാത്തിരുന്നു. കൃത്യം 15-ാം തീയതി ആയപ്പോൾ അജ്മൽ അബുലലിയുടെ വീട്ടിലെത്തി. അയാൾ പറഞ്ഞ്, രാത്രിയാക്കട്ടെ, നമുക്ക് പോകാം. അബുലലി പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു. എങ്ങാനും രാജാവ് അറിഞ്ഞാൽ എന്റെ ജീവിതം ഇരുട്ടറകൾക്കുള്ളിലാകും. പിന്നെ ഒരു മോചനമില്ല. നീ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. രാത്രി ആയപ്പോൾ 2 പേരും കൊട്ടാരത്തിലേക്ക് യാത്രയായി. കൊട്ടാരത്തിന്റെ മതിലിനു വെളിയിലെത്തി. ധാരാളം ഭടന്മാർ കൊട്ടാരത്തിനു കാവൽ നിൽക്കുന്നു. അജ്മൽ അബുലലിയെ കൊട്ടാരത്തിനു വെളിയിൽ നിർത്തിയിട്ടു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എങ്ങോട്ടോ പോയി. കുറച്ചു കഴിഞ്ഞു അജ്മൽ തിരികെ വന്നു. ശേഷം അടുത്ത വീഡിയോയിൽ
ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.